ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൾസ് ഇൻ അരിയർ എന്താണെന്നും ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ എങ്ങനെ ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ, ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു ഷെയർ ഹോൾഡർ അരിയർ വരുത്തി കഴിഞ്ഞാൽ, കോൾ മണി അരിയർ വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൾ മണി അടച്ചില്ലെങ്കിൽ, പേ ചെയ്തില്ലെങ്കിൽ, അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. ആ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് മുൻപ് ആ അരിയർ റീപേ ചെയ്തില്ലെങ്കിൽ അതിനെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കമ്പനിക്കുണ്ട്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ ആയിട്ട് ചാർജ് ചെയ്യാം. ആ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇനി ഇൻട്രസ്റ്റ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. കമ്പനി ഫോളോ ചെയ്യുന്നത് കമ്പനീസ് ആക്ടിലെ ടേബിൾ എ ആണെങ്കിൽ 5% ഇൻട്രസ്റ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാം? ചാർജ് ചെയ്യാം. അതിൻ്റെ ജേണൽ എൻട്രി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. സൺട്രി മെമ്പേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്. അങ്ങനെ പറഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഈ കോൾസ് ഇൻ അരിയർ എങ്ങനെ നമുക്ക് ജേണലൈസ് ചെയ്യാം. നേരത്തെ പഠിച്ചതാണ്, എങ്കിലും കോൾസ് ഇൻ അരിയർ എങ്ങനെ ജേണലൈസ് ചെയ്യാം, അതിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ പോസ്റ്റ് ചെയ്യാം, എങ്ങനെ ജേണലൈസ് ചെയ്യാം, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക്, ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ഞാൻ വായിക്കാം. പേജ് നമ്പർ 94 ഇല്ലസ്ട്രേഷൻ 8 ആണ്. അജന്ത ലിമിറ്റഡ് issued on 1st January 2018 1 lakh equity shares of ₹10 each. ഇപ്പോൾ ഇഷ്യൂ ഡേറ്റ് തന്നിട്ടുണ്ട് 1st January ആണ്. 1,00,000 ഷെയർ ആണ്, 10 രൂപയിലാണ്. പേയബിൾ ₹3 ഓൺ അപ്ലിക്കേഷൻ, 4 ഓൺ അലോട്ട്മെൻറ്റ്. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് മാർച്ച് 1-ാം തീയതിയാണ്. ആൻഡ് ₹3 ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, അത് 1st April 2018 ആണ്. All monies were received except the final call on 10,000 shares. Assuming that company closes the books on 30th June every year, charge interest on calls in arrears as per table A. Table A എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പനീസ് ആക്ടിലെ ഉള്ള പ്രൊവിഷൻസ് ആണ്. ആ ടേബിൾ എ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് 5% ആണ്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബോർഡിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജേണലാണ്. ജേണൽ, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF ലെഡ്ജർ ഫോളിയോ. ഈ ജേണൽസൊക്കെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേജ് നമ്പർ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ്ജർ ഫോളിയോ പ്രിപ്പയർ ചെയ്യുന്നത്, എഴുതി വയ്ക്കുന്നത്. ഇത് എമൗണ്ട് ഡെബിറ്റ് ആണ്, നമ്മളതിനെ ഡെബിറ്റ് എന്ന് എഴുതുന്നു, ഇവിടെ ക്രെഡിറ്റ് എന്ന് എഴുതുന്നു. രണ്ടും എമൗണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ് വരുന്നത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എഴുതുന്നു. ഇവിടെ ഡേറ്റ് കോളം നമ്മളെല്ലാ ജേണലിന് ഇതുവരെ ഡേറ്റ് കോളം പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷേ ഡേറ്റിൽ എഴുതാനുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിരുന്നില്ല, ഡേറ്റ് തന്നിരുന്നില്ല. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡേറ്റ് ആദ്യമായിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇവിടെ എന്തുണ്ട്? ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ
കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1 lakh ഇക്വിറ്റി ഷെയർസാണുള്ളത് 10 രൂപയുടെ. 3 രൂപ അപ്ലിക്കേഷൻ, ഇവിടെ എഴുതാൻ പറ്റില്ല, 3 രൂപ അപ്ലിക്കേഷൻ, 4 രൂപ അലോട്ട്മെൻറ്റ്, ദെൻ 3 രൂപ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിനാണ്. ഓൾ മണി റിസീവ്ഡ്, all money were received except the final call money on 10,000 shares, assuming that the company closes the books on 30th June. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ജൂൺ 30-ാം തീയതിയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 January 2018 അപ്പോൾ നമുക്കിവിടെ 1 January 2018 ആദ്യത്തെ ജേണൽ എൻട്രിയിലൊന്നും യാതൊരു മാറ്റവും. അപ്ലിക്കേഷൻ മണി കിട്ടുന്ന ജേണൽ എൻട്രിയാണ് ആദ്യം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഇനി ഡിനോമിനേഷൻ എഴുതുക 1 lakh ഇക്വിറ്റി ഷെയർസാണ്. അപ്പോൾ 1 ലക്ഷം ഷെയർസ് ഇൻറ്റു അപ്ലിക്കേഷൻ മണി 3 രൂപയാണ്. ഈ ഡിനോമിനേഷൻ ടെക്സ്റ്റിലൊന്നും എഴുതി കാണുന്നുണ്ടാവില്ല, പക്ഷേ ഇത് എഴുതി ചെയ്താൽ കുട്ടികൾ അതിൻ്റെ ബേസ് കൃത്യമായിരിക്കും, അത് തെറ്റില്ല. നമുക്ക് പ്രോബ്ലം എമൗണ്ട് തെറ്റുന്നൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ ജേണൽ എൻട്രി ഏതാണോ, ബാങ്ക് വരുന്ന ജേണൽ എൻട്രി ആണെങ്കിൽ ബാങ്ക്, അതല്ല അടുത്ത അലോട്ട്മെൻറ്റ് മുതൽ ക്യാപിറ്റൽ വരുന്ന ജേണൽ എൻട്രി ഏതാണോ അതിനൊക്കെ ഡിനോമിനേഷൻ എഴുതണം. ബാങ്ക് അത് രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് രണ്ടാമത്തേൽ ഡിനോമിനേഷൻ എഴുതേണ്ട കാര്യമുള്ളൂ. ഓരോ സെറ്റിലും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് കോളം 3 lakh. അപ്ലിക്കേഷൻ മണി ആരും അടയ്ക്കാതെ വരില്ല, കാരണം അപ്ലിക്കേഷൻ മണി അടച്ചാലാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. നരേഷൻ ബീയിങ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അടുത്ത അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റണം, ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. അവിടെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്, അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് March 1 അപ്പോൾ സാധാരണ ഇതുവരെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുട്ടികൾക്കൊരു ധാരണയുണ്ടാവും, എന്നാണോ അപ്ലിക്കേഷൻ മണി കിട്ടുന്നത് അന്ന് തന്നെ അത് ക്യാപിറ്റലിലേക്ക് മാറ്റുക എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അത് സാധിക്കില്ലല്ലോ, കാരണം നമുക്കറിയാം അപ്ലിക്കേഷൻ മണി ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റാണ് നമ്മൾ 1 January എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ട് അതിനെ 120 days അനുവദിക്കുന്നു. എന്തിനു വേണ്ടി, മിനിമം സബ്സ്ക്രിപ്ഷന് വേണ്ടി. ആ 120 days കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുൻപ് ഫുള്ളായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന എന്നാണോ അന്നാണ് നമ്മൾ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ആ അലോട്ട്മെൻറ്റിനെ ഒന്നുകിൽ ആ തീയതിക്കോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപായിട്ടോ ആണ് എന്ത് ചെയ്യുന്നത്, മിക്കവാറും അലോട്ട്മെൻറ്റ് മണിയുടെ ഡേറ്റാണ് നമുക്ക് തരിക. ആ ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മണി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എവിടേക്ക് മാറ്റേണ്ടത്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഡേറ്റ് എന്നാ March 1 അപ്പോൾ ഞാനിവിടെ 1 March 2018 1 March 2018 അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റുന്നു. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റലിലേക്ക് മാറ്റി അപ്ലിക്കേഷൻ മണിയായിട്ട് വന്നിട്ടുള്ള 3 ലക്ഷം രൂപ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നരേഷൻ ഇതാണ്, ബീയിങ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് അപ്ലിക്കേഷൻ മണിയും. അതുകൊണ്ട് അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റി, ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ ഡേറ്റിൽ വന്നിട്ടുള്ള മാറ്റം കുട്ടികൾ ശ്രദ്ധിക്കുമല്ലോ.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ കുട്ടികൾക്കത് തെറ്റുന്നൊരു കാര്യമാണ്. ഇനി ഇതേ ഡേറ്റിന് തന്നെയാണ് അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കുന്നത്. സെയിം ഡേറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഡ്യൂ ഇടുന്നുണ്ട്. ഇനി ഡേറ്റ് അതേ ഡേറ്റ് തന്നെ എഴുതണ്ടല്ലോ. ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ഡേറ്റ് അതന്നെ. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. അലോട്ട്മെൻറ്റ് മണി വ്യത്യാസം ഉണ്ടാവും. എത്രയാണ് അലോട്ട്മെൻറ്റ് മണി പറഞ്ഞിട്ടുള്ളത്? ₹3 ഓൺ അപ്ലിക്കേഷൻ ആൻഡ് ₹4 ഓൺ അലോട്ട്മെൻറ്റ്. അപ്പോൾ 1 lakh ഇൻറ്റു 4. ഇവിടെ എന്ത് ചെയ്യുക? 4 lakh. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് കോളം 4 lakh. നരേഷ് എഴുതുക ബീയിങ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. ബീയിങ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേ ഡേറ്റിൽ തന്നെയാണ്, ഡ്യൂ ആവുന്ന ഡേറ്റിൽ തന്നെ റെസിപ്റ്റ് ഉണ്ടായിരിക്കും. സെയിം ഡേറ്റ് തന്നെ. വീണ്ടും ഞാൻ ഡേറ്റിൽ ഡ്യൂ ഇടുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഇവിടെ എന്ത് ശ്രദ്ധിക്കണം? ഈ അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും അരിയേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഇത് കോൾസിന് അരിയറുള്ള ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് ഫസ്റ്റ് എക്സെപ്റ്റ് ദ ഫൈനൽ കോൾ. അപ്പോൾ ഫൈനൽ കോൾ മാത്രമേ അരിയേഴ്സ് ഉള്ളൂ. ഇത് കുഴപ്പമില്ല, ധൈര്യമായിട്ട് എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എമൗണ്ട് ഡെനോമിനേഷൻ്റെ ആവശ്യമില്ല, എമൗണ്ട് നമുക്കറിയാം. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 4 lakh. ബീയിങ് എന്താണ്? അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. അടുത്തത് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആണ്. അപ്പോൾ അതിന് ഡേറ്റ് നോക്കണം. എന്നാണ് ഫസ്റ്റ് കോൾ മണി ഡ്യൂ? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് 1 April 2018 ആണ്. അപ്പോൾ ഇവിടെ എഴുതണം 1 April 2018. എന്താണ് ജേണൽ എൻട്രി? ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് ഡ്യൂ ആക്കുകയാണ്. ജേണൽ എൻട്രി എഴുതുക. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്രയാണ്? 3 രൂപയാണ്. അപ്പോൾ ഇവിടെ എഴുതുക 1 lakh ഷെയർസ് ആണ് ഇൻറ്റു ₹3. അഗെയിൻ എത്രയാണ്? 3 lakh. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 3 lakh. നരേഷ് എഴുതുക ബീയിങ് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആയിട്ടുണ്ട്. ഇതുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതണം. അങ്ങനെ റിസീവ് ചെയ്യുന്ന സമയത്ത് 10,000 ഷെയർ എടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് ഇവിടെ പറയുന്നില്ല കേട്ടോ. 10,000 ഷെയറിന് എന്ത് കിട്ടുന്നില്ല? 10,000 ഷെയറിന് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കതിനെ വേറെ രീതിയിൽ പറയാം. 10,000 ഷെയറിന് റിസീവ് ചെയ്യുന്നില്ല എങ്കിൽ എത്ര ഷെയറിനായിരിക്കും കിട്ടിയിരിക്കുക? 90,000 ഷെയർസിനായിരിക്കും കിട്ടിയിരിക്കുക, അല്ലേ? 1,00,000 നിന്ന് 10,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 90,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ 90,000 × 3 ആണ് നമുക്ക് കിട്ടുന്നത്.
10,000 ഇൻറ്റു 3 ആണ് നമ്മുടെ അരിയേഴ്സ്. മനസ്സിലായല്ലോ? പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് കാണുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി കൂടി എഴുതണം. എന്തായാലും ബോർഡിൽ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് എഴുതാൻ. അപ്പോൾ കുട്ടികൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് 1 ഏപ്രിലാണ്. അപ്പോൾ റിസീവ് ചെയ്യുന്ന ഡേറ്റും 1 ഏപ്രിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിത് മാച്ചിട്ട് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതുമ്പോൾ ഇവിടെ 1 ഏപ്രിൽ 2018 എന്ന് എഴുതി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 1 ഏപ്രിൽ 2018 ഫൈനൽ കോൾ മണി ഡ്യൂ ആയിട്ടുള്ളത്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആയിട്ടുള്ളത്. അതേ ഡേറ്റ് തന്നെയാണ് റിസീപ്റ്റ് വരുന്ന ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണിയുടെ എമൗണ്ട് വരുന്ന ഡേറ്റും സെയിം ഡേറ്റ് ആണ്. ദെൻ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് റിസീപ്റ്റ് എഴുതാം, പൈസ കിട്ടുന്ന ജേണൽ എൻട്രി എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഡിനോമിനേഷൻ എഴുതുമ്പോൾ കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക, 1 lakh ഷെയർസ് ആണ് നമുക്ക് ആകെയുള്ളത്. ഇൻറ്റു 3 ആണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ ഇവിടെ 1 lakhൽ നിന്ന് നമുക്ക് അരിയേഴ്സ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഷെയർ കുറയ്ക്കണം. 1 lakh മൈനസ് 10,000 ഇൻറ്റു 3. അപ്പോൾ 1 lakh മൈനസ് 10,000 എന്ന് പറഞ്ഞാൽ എത്ര വരും? 90,000 ഇൻറ്റു 3 വരും. 90,000 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 2,70,000, 2,70,000. ഇനി കോൾസ് ഇൻ അരിയർ ആണ്. ആ 10,000 ഷെയർ എന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയർ ആണ്. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് എഴുതാം, കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ 10,000 ഇൻറ്റു 3 30,000 ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എത്രയാണ്? 3 lakh. അപ്പം 3 ലക്ഷം കിട്ടാനുള്ള ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിലേക്ക് നമുക്ക് കിട്ടിയത് എത്രയാണ്? 2,70,000 ആണ്. അതിൻ്റെ അർത്ഥം 10,000 ഷെയർസ് കോൾസ് ഇൻ അരിയർ വരുത്തി, അരിയേഴ്സ് ഉണ്ടാക്കി. നരേഷൻ എഴുതുന്നു, being share first and final call money received on എത്രയാണ്? 90,000 ഷെയർസ്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 ഏപ്രിലാണ് കോൾ മണി റിസീവ് ചെയ്യേണ്ട സമയം ഡ്യൂ ആയിട്ടുള്ളത്. ഇനി എന്നാണോ ബുക്ക് ക്ലോസ് ചെയ്യുന്നത് അതിനു മുമ്പ് കോൾ മണി 10,000 ഷെയർ എടുത്തിട്ടുള്ള ആൾ കോൾ മണി അടയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയമായിട്ടും ഈ 30,000 റുപ്പീസ് അടച്ചിട്ടില്ല. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എന്നാണോ അന്ന് വരെ ഉള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്തായിട്ട് കാണിക്കണം? ക്ലോസിംഗ് ഡേറ്റിലെ ഇൻട്രസ്റ്റ് പേയബിളായിട്ട് കാണിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര വരും? ഇൻട്രസ്റ്റ് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? ടേബിൾ എ ബേസ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം. ടേബിൾ എ ബേസ് ചെയ്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ തൽക്കാലത്തേക്ക് വർക്കിംഗ് നോട്ട് ആക്കുന്നുണ്ട്. കുട്ടികൾ വർക്കിംഗ് നോട്ട് സെപ്പറേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ. അരിയറിൻ്റെ എമൗണ്ട് എത്രയാ? 30,000. ഇൻട്രസ്റ്റ് എത്രയാണ്? 5% ഇൻറ്റു എത്ര നാളത്തേക്കാണ്? നിങ്ങൾ പ്രോബ്ലം വായിച്ചു നോക്കുക. അതിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എന്നാണ്? June 30th ആണ് പറഞ്ഞിട്ടുള്ളത്. എവറി ഇയർ, എല്ലാ വർഷവും ഈ കമ്പനി June 30 ക്ലോസ് ചെയ്യുന്നത്. എന്താണ് June 30 ക്ലോസ് ചെയ്യണതെന്നൊക്കെ കുട്ടികൾ ചോദിക്കാം. സാധാരണ മാർച്ചിലല്ലേ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസംബറിലല്ലേ ചില കമ്പനികളെങ്കിലും. ഇതെന്താണ് June 30th? അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല. ഈ കമ്പനി 30th ജൂണിലാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 ഏപ്രിൽ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഏപ്രിൽ ഒരു മാസം, മെയ് അല്ലേ,
ജൂൺ 3 മാസത്തേക്കാണ് വരിക. ഏപ്രിൽ ഫസ്റ്റ് ആയതുകൊണ്ട് ഏപ്രിൽ മുഴുവൻ മാസം കിട്ടി. ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് മാസം ഫുള്ളായിട്ടുണ്ട്. ജൂൺ 30-ത്തിനാണ് എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ജൂണും 3 മാസം കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക, 3 മാസത്തേക്ക് കാണാൻ വേണ്ടി 3/12 30,000 ഇൻറ്റു 5/100 ഇൻറ്റു 3/12 കിട്ടുന്ന ആൻസർ ₹375 ആണ്. ഇതാണ് ഇൻട്രസ്റ്റ്. ഇത് റിസീവ് ചെയ്തിട്ടില്ല, പേയബിൾ ആണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രി കൂടി നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടുള്ള ജൂൺ 30 എഴുതി വെക്കണം. അപ്പോൾ ഞാനിത് മായ്ക്കാൻ പോവാണ്. വർക്കിംഗ് നോട്ട് എനിക്ക് ജേണൽ എൻട്രി എഴുതാനുള്ളതാണ്. കുട്ടികൾ വർക്കിംഗ് നോട്ടായിട്ട് എഴുതി വയ്ക്കുക. ഇതിനെന്ത് ചെയ്യണം, ക്ലോസിംഗ് ഡേറ്റ് ജൂൺ 30 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, 30th June 2018 എന്താണ് ജേണൽ എൻട്രി വരിക? ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ അതിന് എഴുതാവുന്നത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. രണ്ടായാലും ശരിയാണ് കേട്ടോ. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഇനി അതിൻ്റെ ഡിനോമിനേഷൻ ഞാൻ എഴുതണില്ല, നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. എത്രയാണ്, 375. 375 ടു എന്തായിട്ടാണ് കിട്ടാനുള്ളത്, ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എത്രയാണ്, 375. നരേഷ് എഴുതാം എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ ഡ്യൂ. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ ഡ്യൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വർക്കിംഗ് നോട്ടിലെ 30,000 റുപ്പീസിനെ ഈ ഡേറ്റ് കണക്കാക്കുന്നത് പഠിക്കുക. ക്ലോസിംഗ് ഡേറ്റ് സാധാരണ കേസിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 30th മാർച്ചാണ് നമ്മൾ കണക്കാക്കുക. ഈ ക്വസ്റ്റ്യനിൽ അത് ശരിയാവില്ലല്ലോ, 1st April അല്ലേ. അപ്പോൾ സാധാരണ 30th June പറയാത്തൊരു ക്വസ്റ്റ്യനിൽ 31st മാർച്ചാണ് കണക്കാക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡേറ്റ് ആയിരിക്കും തരിക. അപ്പോൾ ആ ഡേറ്റ് കണക്കാക്കുന്നത് ശ്രദ്ധിക്കുക. ജേണൽ എൻട്രി എഴുതുന്നത് ശ്രദ്ധിക്കുക. സൺട്രി മെമ്പേഴ്സിനോ ഷെയർ ഹോൾഡേഴ്സിനോ കൊടുക്കാം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് 375 രൂപ നമുക്ക് തരാനുണ്ട്. അതാണ് ഇത് ഡ്യൂ ആണ്. എന്തായിട്ട്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ആയിട്ട്. മൂന്നാമത്തെ കാര്യം, ആ ഡേറ്റ് കണക്കാക്കി ഇത് എങ്ങനെ കാണണം എന്നുള്ളതാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടില്ലെങ്കിൽ അതിന് 5% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അത് ടേബിൾ എ പ്രകാരം കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമാണ് 5% ചാർജ് ചെയ്യാം എന്നുള്ള നിയമം വന്നിട്ടുള്ളത്. അതനുസരിച്ച് കാൽക്കുലേഷൻ കാണുക. ചെറിയ എമൗണ്ടൊക്കെ ആയിരിക്കും കിട്ടുക, പക്ഷേ കാൽക്കുലേഷൻ ഓർത്ത് വയ്ക്കുക, ഡേറ്റ് കണക്കാക്കുന്ന ഓർത്ത് വയ്ക്കുക. ജേണൽ എൻട്രി നന്നായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അത് കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കോൾസ് ഇൻ അരിയറിൻ്റെ ഓപ്പോസിറ്റാണ്. കോൾസ് ഇൻ അരിയറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർ അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പമോ അലോട്ട്മെൻറ്റ് മണിയുടെ ഒപ്പമോ അയാൾ അടയ്ക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹം അടയ്ക്കാനുള്ള ഫുൾ എമൗണ്ട്, ബാലൻസ് എമൗണ്ട് കൂടി ഒന്നിച്ചടയ്ക്കുന്നതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്കപ്പോഴും അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പം അടയ്ക്കുമ്പോൾ നമുക്കറിയാം അതിന് പറയുന്ന അലോട്ട്മെൻറ്റ് മണിയെ നമുക്ക് സാധാരണഗതിയിൽ അലോട്ട്മെൻറ്റ് മണിയെ കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് പരിഗണിക്കാറില്ല. അപ്പോൾ സാധാരണഗതിയിലേക്ക് എന്താണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾ മണി നേരത്തെ അല്ലെങ്കിൽ എന്താണ് മുൻകൂട്ടി അടയ്ക്കുന്നതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അഡ്വാൻസിന് കോൾസ് ഇൻ അരിയറിൻ്റെ പോലെ ഒരു ഓപ്ഷൻ ഇല്ല. വേണമെങ്കിൽ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ സാധിക്കില്ല. നിർബന്ധമായിട്ടും കോൾസ് ഇൻ അഡ്വാൻസിന് സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ കോൾസ് ഇൻ അഡ്വാൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയും ആ കോൾ ഡ്യൂ ആവുന്ന സമയത്ത് കോൾസ് ഇൻ അഡ്വാൻസ് എവിടേക്ക് മാറ്റുകയും ചെയ്യണം, ആ റെസ്പെക്റ്റീവ് കോൾ മണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം.
നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അലോട്ട്മെൻറ്റ് സമയത്ത് ഫസ്റ്റ് കോളിൻ്റെയും ഫൈനൽ കോളിൻ്റെയും എമൗണ്ട് ഒന്നിച്ച് ഒരു ഷെയർ ഹോൾഡർ പേ ചെയ്തു എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ കൃത്യമാണല്ലോ. അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ഒരു ഷെയർ ഹോൾഡർ ഫസ്റ്റ് കോൾ മണിയും ഫൈനൽ കോൾ മണി എന്ന് പറയുന്നത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണിയും ഒന്നിച്ച് പേ ചെയ്തു. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ഫസ്റ്റ് കോൾ മണിയും ഫൈനൽ കോൾ മണിയും കോൾസ് ഇൻ അഡ്വാൻസിലേക്കാണ് മാറ്റുക. എന്നിട്ട് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയതിന് ശേഷം എന്ത് ചെയ്യണം? ഇപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസിലിരിക്കുന്ന ഫസ്റ്റ് കോൾ മണി എവിടേക്ക് മാറ്റണം? ഫസ്റ്റ് കോൾ മണിയിലേക്ക് മാറ്റണം. ദെൻ എന്ത് ചെയ്യണം? ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്ന സമയത്ത് അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസിലിരിക്കുന്ന അഡ്വാൻസ് എമൗണ്ട് എവിടേക്ക് മാറ്റണം? ഫൈനൽ കോൾ മണിയിലേക്ക് മാറ്റണം. അതങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്തൊക്കെ അഡ്വാൻസ് നമുക്ക് കിട്ടിയാലും അത് ഡ്യൂ ആവുന്ന സമയത്ത് അഡ്വാൻസിൽ നിന്ന് ആ റെസ്പെക്റ്റീവ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ആ കാര്യത്തിൽ നമുക്ക് ജേർണൽ എൻട്രി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജേർണൽ എൻട്രി നോക്കാം കുട്ടികൾക്ക്. കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് മറ്റ് കോളുകളുടെ ഒപ്പമാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ കൂടെ ക്ലബ് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് ക്ലബ് ചെയ്ത് കാണിക്കാം. ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് മാത്രം എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യാം. പിന്നീട് ആ റെസ്പെക്റ്റീവ് കോള് ഡ്യൂ ആവുന്ന സമയത്ത് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർട്ടിക്കുലർ കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് അത് തിരിച്ച് മാറ്റുക. ഇനി കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെപ്പറേറ്റ് ഐറ്റമായിട്ട്, നമുക്കറിയാലോ കോൾസ് ഇൻ അഡ്വാൻസ് എന്ത് അഡ്വാൻസ് മേടിച്ചാലും അത് ലയബിലിറ്റിയാണ്. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റീസ് സൈഡിൽ സെപ്പറേറ്റ് ഐറ്റമായിട്ട് കാണിക്കണം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിൽ നേരത്തെ നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്തപ്പോൾ വരച്ചില്ലേ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിൽ കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ സബ് ഹെഡിങ് ആയിട്ട് വരുന്ന കറണ്ട് ലയബിലിറ്റീസിൽ എന്താണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്ത് കാണിക്കാൻ പാടില്ല? ആഡ് ചെയ്ത് കാണിക്കാൻ പാടില്ല. സെപ്പറേറ്റ് ഐറ്റമായിട്ട് കോൾസ് ഇൻ അഡ്വാൻസ് സെപ്പറേറ്റ് ഐറ്റമായിട്ട് കാണിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 95 ഇല്ലസ്ട്രേഷൻ 9 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ ലിമിറ്റഡ് കമ്പനി ഇഷ്യൂഡ് 10,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. Payment on these shares is to be made in the following manner. On application ₹4, date കൊടുത്തിട്ടുണ്ട് 1st January 2019. On allotment ₹4, 1st March 2019. On final call ₹2, 1st April 2019. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് പറയുന്നു, X to whom 500 shares were allotted paid the full amount on application, and Y to whom 100 shares were allotted paid the final call money on allotment. Pass journal entries. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് 500 ഷെയർ എടുത്തിട്ടുള്ള എക്സ് അദ്ദേഹത്തിൻ്റെ ഫുൾ എമൗണ്ട് അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പം അടച്ചു. വൈ 100 ഷെയർ എടുത്തിട്ടുള്ള വൈ ആ ഫുൾ എമൗണ്ട് അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ അടച്ചു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. 2019 ജാനുവരി 1-ാം തീയതിയാണ് അപ്ലിക്കേഷൻ മണി അല്ലേ? അപ്പോൾ അത് എഴുതി വയ്ക്കാം. 1st January 2019. ഇവിടെ പറയുന്നത് 10,000 ഷെയർസാണ്. അപ്ലിക്കേഷൻ മണി 4 രൂപയാണ്. അതിൽ എക്സ് എന്ന് പറയുന്ന ആൾ 500 ഷെയർ എടുത്തിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നു? അപ്ലിക്കേഷൻ മണിയുടെ ഒപ്പം തന്നെ ഫുൾ എമൗണ്ട് അടയ്ക്കുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ 10,000 ഷെയറിന് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഡിനോമിനേഷൻ എങ്ങനെയാണ് കാണിക്കുക? 10,000 ഷെയർ ആകെയുള്ളത് ഇൻറ്റു എത്ര രൂപയാണ് അപ്ലിക്കേഷൻ മണി? 4 രൂപയാണ്. അത് കഴിഞ്ഞു. പ്ലസ് 500 ഷെയർ എടുത്തിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ഫുൾ എമൗണ്ട് അടച്ചു എന്നാണ് പറയുന്നത്.
അപ്പോൾ 10 രൂപയുടെ ഷെയറിൽ 4 രൂപ അപ്ലിക്കേഷൻ മണി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടാവും? അധികം അഡ്വാൻസ് ചെയ്ത് അടച്ചത് എത്രയാണ്? 6 രൂപയാണ്. ഇത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം എക്സ് എടുത്തിട്ടുള്ള 500 ഷെയറാണ്. 500 ഷെയറിന് അയാൾ 10 രൂപ അടച്ചു. 10 രൂപയിൽ 4 രൂപ അപ്ലിക്കേഷനിൽ ഇതിൽ പെട്ടു. അപ്പോൾ അഡ്വാൻസ് എന്ന് പറയാൻ പറ്റുന്നത് എത്രയാണ്? അധികം അടച്ച് പറയാൻ പറ്റുന്നത് 500 × 6 ആണ്. അപ്പോൾ 10,000 × 4 ദാറ്റ് ഈസ് 40,000. ഇവിടെ എത്രയാണ്? 3000. അപ്പോൾ 43,000 ആണ് ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 43,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 43,000. അപ്പോൾ കുട്ടികൾക്കൊരു സംശയം തോന്നും, ഇതിപ്പോൾ അപ്ലിക്കേഷൻ മണി മാത്രമല്ലല്ലോ, ഇതിലധികം വേറെയും കുറേ കണ്ടൻറ്റുകളില്ലേ? പക്ഷേ ഈ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്ലിക്കേഷൻ മണി എന്ന രീതിയിലാണ് നമുക്ക് മുഴുവൻ എമൗണ്ടും ആ ബാനറിൽ അല്ലെങ്കിൽ ആ പേരിലാണ് കിട്ടിയിട്ടുള്ളത്. അത് ബാങ്കിൽ വന്നതിന് ശേഷമാണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഡിവൈഡ് ചെയ്യുന്നത്. നരേഷൻ എഴുതുന്നു, ബീയിങ് application money received with an advance of ₹6 on 500 shares. മനസ്സിലായല്ലോ? അപ്ലിക്കേഷൻ മണി കിട്ടി, അതിൻ്റെ ഒപ്പം 500 ഷെയറിന് 6 രൂപ അഡ്വാൻസും കിട്ടി. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്ലിക്കേഷൻ മണിയും കിട്ടി, 500 ഷെയറിന് 6 രൂപ അഡ്വാൻസും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് നോക്കണം അല്ലേ? മിക്കവാറും ഇതിൻ്റെ ഡേറ്റ് എന്നാണ്? അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എന്നാണോ എന്നാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത്, മാർച്ച് 1-ാം തീയതി. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ അപ്ലിക്കേഷൻ അക്കൗണ്ടിലാണ് ഈ 43,000 രൂപ ഇരിക്കുന്നത്. ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അധികം ആലോചിക്കണ്ട. എന്താണ്? റിയൽ അപ്ലിക്കേഷൻ മണി അങ്ങോട്ട് മാറ്റുക. റിയൽ അപ്ലിക്കേഷൻ മണി എത്രയാ? 40,000 ആണ്. 3 രൂപ അല്ലെങ്കിൽ 4 രൂപ ആണ് റിയൽ അപ്ലിക്കേഷൻ മണി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി 500 ഷെയർ എടുത്തിട്ടുള്ള പേഴ്സൻ്റെ അഡ്വാൻസ് കിട്ടിയതാണ്. അഡ്വാൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അഡ്വാൻസിൽ ഇനി എന്തൊക്കെയാണുള്ളത്? ഇനി അലോട്ട്മെൻറ്റ് 4 രൂപ ഉണ്ട്, ഫൈനൽ കോൾ മണി 2 രൂപയുണ്ട്. അലോട്ട്മെൻറ്റിന് അഡ്വാൻസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? അലോട്ട്മെൻറ്റ് ഓൾറെഡി ഈ ഡേറ്റിന് തന്നെയാണ് ഡ്യൂ ആവുന്നത്. അപ്പോൾ അതിന് അഡ്വാൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല സാധാരണ. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എത്രയാണ്? 500 ഷെയറിന് 4 രൂപ. അപ്പോൾ 2000. വീണ്ടും 2 കോൾസിന് അഡ്വാൻസ് ആയിട്ട് പരിഗണിക്കുന്നത് ഫൈനൽ കോളിൻ്റെ മണിയാണ്. അതെത്രയാണ്? 500 × 2 1000. നരേഷ് എഴുതുന്നു, ബീയിങ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഷെയർ allotment and calls in advance.
calls in advance on 500 shares. ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് വട്ടം കോമേറ്റ് എഴുതിയാൽ മതി. ബീയിങ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ അലോട്ട്മെൻറ്റ് ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ് ഓൺ 500 ഷെയർസ്. അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്കും ഷെയർ അലോട്ട്മെൻറ്റിലേക്കും കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ടുള്ള 500 ഷെയറിൻ്റെ എമൗണ്ട് കോൾസ് ഇൻ അഡ്വാൻസിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. ഇത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം, കുറച്ചധികം സ്പേസ് വേണ്ടി വരും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചുരുക്കി എഴുതിയത്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഷെയർ അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ജേണൽ എൻട്രിയിൽ തന്നെ നമ്മളിവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തു, അലോട്ട്മെൻറ്റ് മണി അലോട്ട്മെൻറ്റിലേക്കും ബാക്കിയുള്ള കോൾസ് ഇൻ അഡ്വാൻസിലേക്കും മാറ്റി. ഇനി എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രിയാണ്. അത് സാധാരണ പോലെ മാർച്ച് 1-ാം തീയതി തന്നെ ഈ സെയിം ഡേറ്റിൽ തന്നെ, അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. ഷെയർ അലോട്ട്മെൻറ്റ് പല കുട്ടികളും ശ്രദ്ധിക്കും, ഇവിടെ അലോട്ട്മെൻറ്റിലേക്ക് 500 ഷെയറിനെ 4 രൂപ വെച്ച് മാറ്റിയല്ലോ എന്നൊക്കെ പറയും. അത് നോക്കണ്ട, അത് ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രിയിൽ അതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പരിഗണിക്കേണ്ട കാര്യമില്ല. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ എത്ര ഷെയറിനാണ്? 10,000 ഷെയറിന് അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 4 രൂപ തന്നെയാണ് അലോട്ട്മെൻറ്റ് മണി. അപ്പോൾ എന്ത് ചെയ്യുക, 4 ഇവിടെ എത്രയാണ്? 40,000. ടു ഷെയർ ക്യാപിറ്റൽ 40,000. നരേഷ് എഴുതുക, ബീയിങ് ഷെയർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. ബീയിങ് ഷെയർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അത് റിസീവ്ഡ് ആയിട്ട് കാണിക്കേണ്ടത്. ഇപ്പോൾ എന്തായാലും ഇനി ബോർഡ് ക്ലീൻ ചെയ്തിട്ടാണ് നമുക്കത് എഴുതാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. മാർച്ച് 1-ാം തീയതി തന്നെയാണ്. നേരത്തെ എഴുതിയത് മാർച്ച കാരണം കൊണ്ട് ഞാൻ മാർച്ച് 1-ാം തീയതി എന്ന് എഴുതുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഇവിടെ 2 അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഒന്ന്, ഒരു കോൾസ് ഇൻ അഡ്വാൻസ് കൂടി വരുന്നുണ്ട്. അതായത് 100 ഷെയർ എടുത്തിട്ടുള്ളൊരു പേഴ്സൺ വൈ ടു ഹൂം 100 ഷെയർസ് വേർ അലോട്ടഡ് 100 ഷെയർസ് വേർ അലോട്ടഡ് പെയ്ഡ് ദ ഫൈനൽ കോൾ മണി ഓൺ അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. വൈ 100 ഷെയർ എടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നു, ഫൈനൽ കോൾ മണി കൂടി അടയ്ക്കുന്നു. അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം ഫൈനൽ കോൾ മണി കൂടി പേ ചെയ്യുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം ഫൈനൽ കോൾ മണി കൂടി പേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം ഫൈനൽ കോൾ മണി നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. അതേസമയം നേരത്തെ പേ ചെയ്തിട്ടുള്ള അഡ്വാൻസ് ആയിട്ട് എക്സ് എ ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് 500 ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് മണി നേരത്തെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 10,000 ആണ്. 10,000-ൽ നിന്ന് 500 ഷെയർസ് നമ്മൾ കുറയ്ക്കുന്നു. ഇൻറ്റു ₹4. അലോട്ട്മെൻറ്റ് മണി 4 രൂപയല്ലേ? അലോട്ട്മെൻറ്റ് മണി 4 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് 9,500 ഇൻറ്റു 4 അല്ലേ? ഇപ്പോൾ എത്ര വരിക? 38,000. ഇവിടെ നമുക്ക് ഞാനിവിടെ വെറുതെ എഴുതി വയ്ക്കുന്നുണ്ട് കുട്ടികൾക്ക് മനസ്സിലാവാൻ. പ്ലസ് 100 ഷെയർ എടുത്തിട്ടുള്ള ആൾ എന്ത് അഡ്വാൻസ് ചെയ്ത് അടയ്ക്കുന്നു, ഫൈനൽ കോൾ അഡ്വാൻസ് ചെയ്ത് അടയ്ക്കുന്നു. അപ്പോൾ 200. ഇതൊന്നുകൂടി പറയാം, കുട്ടികൾ ശ്രദ്ധിക്കുക.
ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസീവ് ചെയ്യേണ്ടത് ഓൾറെഡി റിസീവ് ചെയ്തിട്ടുള്ള 500 ഷെയർസ് കുറച്ചിട്ടാണ് നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 10,000 ആണ്. അതിൽ നിന്ന് ഓൾറെഡി റിസീവ് ചെയ്തിട്ടുള്ള അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുള്ള 500 ഷെയർസിൻ്റെ അഡ്വാൻസ് അല്ലെങ്കിൽ എന്താണ് അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. അപ്പോൾ 10,000 മൈനസ് 500 ദാറ്റ് ഈസ് 9,500 ഇൻറ്റു 4. ഇതാണ് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ 38,000 എഴുതി വെച്ചിട്ടുള്ളത്. ദെൻ അതിൻ്റെ കൂടെ അനദർ ഷെയർ ഹോൾഡർ മിസ്റ്റർ വൈ ഹോൾഡിംഗ് 100 ഷെയർസ് എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ആയിട്ട് ഫൈനൽ കോൾ മണി കൂടി പേ ചെയ്യുന്നു. അപ്പോൾ ഫൈനൽ കോൾ മണി പേ ചെയ്യുന്ന എത്രയാണ്, 100 ഷെയറിന് 2 രൂപ വെച്ച് എത്രയാണ്, 200 രൂപ. അങ്ങനെ 38,200 38,200 ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അത് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 2 ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അലോട്ട്മെൻറ്റിലേക്ക് എത്രയാണ് വരിക? ഈ 9,500 ഇൻറ്റു 4 വരിക. കാരണം ഓൾറെഡി നേരത്തെ ബാക്കിയുള്ള എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ട് കിട്ടുമ്പോൾ എത്രയാണ്, 38,000. ഇനി 2 കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എത്രയാണ്, 100 ഇൻറ്റു 2 ദാറ്റ് ഈസ് 200. അപ്പോൾ നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് 200 രൂപയും ബാക്കിയുള്ള എമൗണ്ട് അലോട്ട്മെൻറ്റ് മണിയും റിസീവ് ചെയ്തു. നരേഷ് എഴുതുന്നു എന്താണ്, ബാലൻസ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് വിത്ത് എ കോൾസ് ഇൻ അഡ്വാൻസ് ഓൺ ഫൈനൽ അല്ലെങ്കിൽ ഓൺ 100 ഷെയർസ് ഫോർ ഫൈനൽ കോൾ. അപ്പോൾ ബാലൻസ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 10,500 ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള 9,500 ഷെയറിൻ്റെ കോൾ മണി റിസീവ് ചെയ്തു വിത്ത് ആൻ അഡ്വാൻസ് ഓൺ 100 ഷെയർസ് ഫോർ ഫൈനൽ കോൾ. എന്ത് ചെയ്യണം, ഫൈനൽ കോളിനെ അഡ്വാൻസ് ചെയ്തിട്ട് 100 ഷെയറിന് ഫൈനൽ കോൾ മണി അഡ്വാൻസ് ചെയ്തിട്ട് കൂടി അഡ്വാൻസ് കൂടി നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജേണൽ എൻട്രിയും കഴിഞ്ഞു. അടുത്തത് ഫൈനൽ കോൾ മണി ഡ്യൂ ആക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഡേറ്റ് ഏപ്രിൽ 1. ഏപ്രിൽ 1. ഏപ്രിൽ 1 ഷെയർ ഫൈനൽ കോൾ മണി ഡ്യൂ ആക്കുകയാണ്. 2 രൂപയാണ് ഫൈനൽ കോൾ മണി. ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രിയിൽ യാതൊരു ചേഞ്ചും ഇല്ല, സാധാരണ ഒരു ജേണൽ എൻട്രിയാണ്. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടോട്ടൽ ഷെയർസ് ഇൻറ്റു ഫൈനൽ കോൾ മണി 10,000 ഇൻറ്റു 2 ദാറ്റ് ഈസ് 20,000. 2 ഡ്യൂ ആക്കുമ്പോൾ എന്താണ്, 2 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 20,000. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 20,000 being share final call money due. ഇനി എന്ത് ചെയ്യണം, ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യണം. ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ 500 ഷെയർ നേരത്തെ കിട്ടിയിട്ടുണ്ട്, 100 ഷെയർ നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 600 ഷെയറിനെ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 10,000 മൈനസ് 600 അപ്പോൾ എത്രയാ, 9,400 ആണ് വരിക ഇൻറ്റു 2. അപ്പോൾ 9,400 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 18,800. 18,800. ഇനി 2 കോൾസിന് അഡ്വാൻസ് ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, കോൾസ്
ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ഏതൊക്കെയാണ്? ഒന്ന് 500 × 2 പ്ലസ് 100 × 2. ഇത് ഒന്നിച്ച് 600 × 2 എഴുതിയാൽ മതി. ഞാൻ കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നത്. എക്സിൻ്റെ 500 ഷെയറിൻ്റെ 2 രൂപയും വൈയുടെ 100 ഷെയറിൻ്റെ 2 രൂപയും കൂടി ഒന്നിച്ച് 600 ഷെയറിൻ്റെ 2 രൂപ വെച്ച് നമുക്ക് എത്രയാണ്? 1200 രൂപയാണ് കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കോൾസ് ഇൻ അഡ്വാൻസും അത് ഡ്യൂ ആവുന്ന സമയത്ത് ആ പർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. അപ്പോൾ പൈസ കിട്ടുന്നു, then എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. നരേഷ് എഴുതാം. being share final call money received and calls in advance transferred to share final call account. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ജേർണൽ എൻട്രിയിൽ എഴുതിയിട്ടുള്ള നരേഷൻ കുട്ടികൾ ശ്രദ്ധിക്കുക. എന്താണ്? ഫൈനൽ കോൾ മണി റിസീവ് ചെയ്തു. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബീയിങ് ദ ബാലൻസ് ഓഫ് ഷെയർ ഫൈനൽ കോൾ മണി റിസീവ്ഡ് എന്ന് എഴുതാം. അതാണ് ശരി. ബീയിങ് ദ ബാലൻസ് ഓഫ് ഷെയർ ഫൈനൽ കോൾ മണി റിസീവ്ഡ് ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ് ട്രാൻസ്ഫേർഡ് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. അതായത് 600 ഷെയറിനുള്ള കോൾസ് ഇൻ അഡ്വാൻസ് കുറച്ച് ബാലൻസ് ഉള്ള 9400 ഷെയർസിനെ നമുക്ക് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്തു. കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ടുള്ള 600 ഷെയറിൻ്റെ കോൾസ് ഇൻ അഡ്വാൻസ് കൂടി നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഷെയർ ഫൈനൽ കോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയും ആണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. ഇന്നെടുത്ത ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മൾ കോൾസ് ഇൻ ഏരിയറിൻ്റെ ഇൻട്രസ്റ്റ് ഇന്ന് കവർ ചെയ്തതാണ്. കോൾസ് ഇൻ ഏരിയർ ക്വസ്റ്റ്യനും ഇന്ന് കവർ ചെയ്തതാണ്. കോൾസ് ഇൻ അഡ്വാൻസും ഇന്ന് കവർ ചെയ്തു. അടുത്ത് നമുക്ക് എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൾസ് ഇൻ ഏരിയറിൻ്റെയും കോൾസ് ഇൻ അഡ്വാൻസിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെ എങ്ങനെയാണ് ഓർമ്മ വയ്ക്കേണ്ടത്, എങ്ങനെ മനസ്സിൽ ഓർമ്മ വയ്ക്കും എന്നുള്ള ഒരു ടിപ്പ് കൂടി നമുക്ക് പറയാം. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.